ശ്രീ വളയനാട് ദേവി ക്ഷേത്ര മഹോത്സവം ക്ഷേത്രവിധി പ്രകാരമുള്ള വിവിധ താന്ത്രിക പൂജാ കർമ്മങ്ങളിലൂടെ പുരോഗമിക്കുന്നു. ഉത്സവ ദിനങ്ങളെ ആകർഷകമാക്കുന്നത് മിഴിപൂട്ടാത്ത വേദികളും ആസ്വാദകരുമാണ്. കണ്ണഞ്ചിപ്പിക്കുന്ന കലാവിരുന്നുകളാണ് അരങ്ങുകളിൽ എത്തുന്നത്. വളയനാട് ദേവിക്കുള്ള സമർപ്പണമായാണ് ക്ഷേത്രവേദിയിൽ ചിലങ്കയണിയുന്ന ഓരോ കലാകാരന്മാരും നടത്തുന്നത്. ഉത്സവ ദിവസങ്ങളിൽ ദേവീ സന്നിധിയിൽ ചുവടുവെക്കുന്നത് പുണ്യമായും കലാജീവിതത്തിൽ ഐശ്വര്യവും അനുഗ്രഹവും നേടിത്തരുമെന്നും കരുതുന്നു. ശാസ്ത്രീയ നൃത്തങ്ങളും തായമ്പക, സംഗീതാർച്ചന, ഓട്ടൻതുള്ളൽ, ഗ്രൂപ്പ് ഡാൻസ്, സെമി ക്ലാസിക്കൽ നൃത്തം, ഭക്തിഗാനമേള, ദേവീ മഹാത്മ്യം, നാരായണീയം പാരായണം, ഭജന, നൃത്തശില്പം, ലാസ്യകേളി, ഫ്യൂഷൻ ഡാൻസുകൾ എന്നീ നിരവധി കലാ അവതരണങ്ങളാണ് വേദികളെ ധന്യമാക്കുന്നത്. പ്രദേശവാസികളായ കലാകാരന്മാർക്ക് പുറമെ കേരളത്തിനകത്തും പുറത്തുമുള്ള പ്രശസ്തരായ കലാകാരന്മാരും വളയനാട് ദേവീ സന്നിധിയിൽ കലാ അവതരണങ്ങൾക്കായി എത്താറുണ്ട്. 1500ഓളം പേര് പങ്കെടുക്കുന്ന കലാപരിപാടികളാണ് ഈ 10 ദിവസത്തിനുള്ളിൽ നടക്കുന്നത്. കലാപരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഉത്സവവർഷ കമ്മിറ്റിയുടെ സ്നേഹോപഹാരം മൊമെന്റോ കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ വലിയ പ്രമുഖ കലാകാരന്മാരാണ് വൈകുന്നേരത്തെയും രാത്രിത്തെയും മെയിൻ സ്റ്റേജിൽ പരിപാടി അവതരിപ്പിക്കുന്നത്. കോഴിക്കോടിന്റെ സംസ്കാരത്തോടും ഐതിഹ്യത്തോടും ഏറെ ചേർന്നു നിൽക്കുന്ന ശ്രീ വളയനാട് ദേവി ക്ഷേത്രം ക്ഷേത്ര ചടങ്ങുകൾ കൊണ്ടും ഉത്സവ രീതികൾ കൊണ്ടും വ്യത്യസ്തമാണ്. എല്ലാ സജ്ജീകരണങ്ങളും ഭക്തജനങ്ങൾക്ക് ദർശനത്തിനും മറ്റും ക്ഷേത്രത്തിൽ നടക്കുന്ന ക്ഷേത്ര ആചാരങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങൾക്കും നടത്തുന്നതിനും വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ദേവസ്വവും ഉത്സവാഘോഷ കമ്മിറ്റിയും സംയുക്തമാക്കിക്കൊണ്ട് എല്ലാ ഒരുക്കങ്ങളും നടത്തിയിട്ടുണ്ട്. കോഴിക്കോട്ടെ സാമൂതിരി രാജാക്കന്മാരുടെ ഉപാസനാമൂർത്തിയായ ശ്രീ വളയനാട് ഭഗവതി പിൻതലമുറകൾക്കും ഐശ്വര്യവും രക്ഷയും ചൊരിഞ്ഞ് നിലകൊള്ളുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരു ഇടവേള കൂടി.